ഹലോ ഗായ്സ്, നമുക്കറിയാലോ കുറച്ചാൾ മുന്നേ വരെ ചാറ്റ് GPT ആയിരുന്നു ട്രെൻഡിങ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ജെമിനി ആപ്പാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട്. എന്നാൽ ഇത് സേഫ് ആണോ? നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസിനെ മിസ്യൂസ് ചെയ്യുമോ? ഈ ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രൈവസി കൺസേൺ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ജെമിനി ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസിനെ കൂടുതൽ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ജെമിനി ആപ്പ് നമ്മുടെ ഫോണിലെ മറ്റ് ഫോട്ടോസിനെ ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മുടെ ഫോണിലെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് നമ്മൾ ഏത് മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണോ ജെമിനി ആപ്പ് ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും രണ്ടാമത് കാണുന്ന ജെമിനി ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു പെർമിഷൻ ഓൺ ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇതുമൂലം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഇമേജ് കൂടുതൽ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലെ മറ്റ് ഫോട്ടോസ് ജെമിനി ആപ്പ് ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രൈവസി കൺസേൺ ഉള്ളവർ ഈ പെർമിഷൻ ഓഫ് ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതുവരെ ജെമിനി ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം ഓൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ പെർമനന്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ആപ്പിൽ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും കേട്ടോ. ഇനി ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ജെമിനി ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈവസി കൺസേൺസ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.